പഞ്ചായത്തിൽ കോഴിക്കോട് ജില്ലയിലെ നരുക്കുനി പഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹറാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. സ്വാഗതം ജൗഹർ. നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഒരു ഭരണ കാലയളവിൽ നേടിയെടുക്കാനായത്. ആരോഗ്യരംഗത്തെ മികവിനടക്കം ആർദ്രകേരളം പുരസ്കാരം, കായകൽപ്പ പുരസ്കാരം എന്നിവയെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ ഒരു പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള ഭരണ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ? നമസ്കാരം, ഞാൻ ജൗഹർ പൂമംഗലം, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നരിക്കുനിയെ സംബന്ധിച്ചിടത്തോളം കർഷകരും കർഷക തൊഴിലാളികളും അതേപോലെ ചെറുകിട ബിസിനസ്സുകാരും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. കച്ചവടക്കാരൊക്കെയുള്ള ഒരു പ്രദേശമാണ്. നരിക്കുനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒട്ടേറെ തവണ നമുക്ക് പുരസ്കാരങ്ങൾ നമ്മൾ തേടിയെത്തി എന്നത് ഈ ഭരണസമിതിയുടെ ഒരു ഭരണ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും 15 വാർഡുകളാണുള്ളത്. 15 വാർഡിലെയും മെമ്പർമാർ ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് വികസന പ്രവർത്തനങ്ങളായാലും സ്വാന്തന പ്രവർത്തനങ്ങളായാലും ആരോഗ്യരംഗമായാലും എല്ലാ മേഖലയിലും ഞങ്ങൾ തോളോട് തോൾ ചേർന്ന്, അതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം, രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായ്മ, അതേപോലെ തന്നെ ക്ലബ്ബുകൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറുകിട സംഘങ്ങൾ, അവരെല്ലാം ഒത്തുചേർന്നിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി വന്നതിന് ശേഷം സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സംസ്ഥാനത്ത് 18ാം സ്ഥാനവും ജില്ലയിൽ 4ാം സ്ഥാനവും ഒരു തവണ കരസ്ഥമാക്കുകയും തുടർന്ന് കഴിഞ്ഞ വർഷം അതിനേക്കാൾ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് 4ാം സ്ഥാനവും ജില്ലയിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇത്തരം കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള വലിയ ഘടകം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പൊതുജനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. ഒരു റോഡിന്റെ പണിയായാലും അതേപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പണിയായാലും ഇവിടെ നമ്മൾ വികസന പ്രവർത്തനവുമായി പോകുമ്പോൾ അവിടെ സ്ഥലം വിട്ടു തരിക, അതേപോലെ തന്നെ അവിടെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി തരുന്നതിന് ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഈ ഗ്രാമപഞ്ചായത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുമ്പോഴും കൃഷിക്ക് വേണ്ടി ഈ കൃഷിയുമായി കൂടുതൽ സംരംഭങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ തരിശുഭൂമി അടക്കം കൃഷിയോഗ്യമാക്കി സംഘകൃഷി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ കൃഷി ഓഫീസർ ആള് മാറിയിട്ടുണ്ട്, പുതിയ ആള് കടന്നു വന്നിട്ടുണ്ട്. 2 കൃഷി ഓഫീസർമാരും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സപ്പോർട്ടാണ് ഗ്രാമപഞ്ചായത്തിനും ജനങ്ങൾക്കും വേണ്ടി അവർ നൽകിയിട്ടുള്ളത്. അവരെ ഓഫീസിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവരുടെ പാടത്തും പറമ്പിലും പോയി ജനങ്ങളോടൊപ്പം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ, അതേപോലെ തന്നെ കുടുംബശ്രീയുടെ സഹോദരിമാർ, അവരെല്ലാം ചേർന്നിട്ട്, അതേപോലെ തന്നെ ഇവിടെ കർഷക കൂട്ടായ്മകളുണ്ട്. പാടം കർഷക കൂട്ടായ്മ, അതേപോലെ തന്നെ സ്പന്ദനം, അതേപോലെ തന്നെ നമ്മുടെ വെരിങ്ങിലോറ മലയിലെ ST കോളനിയിലെ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ സംഘങ്ങൾ രൂപീകരിക്കുക, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ പരമാവധി അതിൽ ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം തന്നെ വാർഷിക പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന വളം, വിത്ത്, അതുപോലെ തന്നെ കൂലി ചെലവുകൾ, ഇതൊക്കെ ഏകീകരിച്ചുകൊണ്ട് ഒരു യൂണിറ്റ് ആക്കി കണ്ടുകൊണ്ട് അവർക്ക് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക. കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങി എന്നതാണ്, തരിശുഭൂമി കൃഷിയോഗ്യമാക്കി എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നിലവിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിക്കുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ പ്രധാനമായ വന്യമൃഗ ആക്രമണങ്ങളടക്കം തന്നെ ഈ ഒരു പ്രദേശത്തെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് പന്നി ശല്യം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പന്നി കണ്ട ആളുകളെ പോലും കാണാൻ നമുക്ക് പ്രയാസമായിരുന്നു. കാരണം 2 വർഷം മുമ്പൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു പന്നിയെ കണ്ട ആളെ നമ്മളൊക്കെ ഒന്ന് കാണാൻ. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ജനവാസ മേഖലയിൽ പന്നി വ്യാപകമായി ഇറങ്ങുന്നതോടുകൂടി കൃഷിക്ക് വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. പല പരമ്പരാഗത കൃഷിക്കാരും നമ്മളോട് വന്ന് പറയുന്നത്, ഗ്രാമസഭയിലും വാർഡ് മെമ്പർമാരോടും വന്ന് പറയുന്ന പ്രയാസം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്നും അവർ പിന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ നമ്മൾ 3 ക്ലസ്റ്ററുകളാക്കി പാലോളിത്തായം, കൊട്ടയോട്ടുതായം, നെല്ലിയേരുതായം മേഖല, പാലങ്ങാട് മേഖല, അങ്ങനെ 3 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് എല്ലാ കർഷകരെയും വിളിച്ചു ചേർത്ത് 3ഉം 4ഉം തവണ അവിടെ യോഗം ചേർന്ന് എംപാനൽ ഷൂട്ടർമാരെ, അതായത് ഗ്രാമപഞ്ചായത്ത് മാത്രം 1ഓ 2ഓ ഷൂട്ടർമാരെ വെച്ചതുകൊണ്ട് പന്നിയെ തുരത്തുവാൻ സാധിക്കില്ല. നമ്മൾക്ക് കിഫയുടെ ഷൂട്ടർമാരുടെ പിന്തുണയോടുകൂടി എംപാനൽ ഷൂട്ടർമാരെ കൊണ്ടുവന്ന് ഏകദേശം 34 ഷൂട്ടർമാർക്ക് നമ്മൾ അനുമതി കൊടുത്തുകൊണ്ട് അവർ എല്ലാ മേഖലയിലും
പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി, അതായത് ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല നമ്മുടേത് എങ്കിൽ കൂടിയും മുകൾ തട്ടിലുള്ള സ്ഥലപരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് പന്നിയെ തുരത്തുവാൻ ആവശ്യമായ ബൃഹത്തായ ഒരു കൂട്ടായ്മ തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ള വെല്ലുവിളി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വെല്ലുവിളി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള കർശനമായ നിയമങ്ങളാണ് നമ്മൾക്ക് അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഞങ്ങൾക്ക് അവരുടെ കണ്ണീരിനൊപ്പം നിൽക്കുവാനേ കഴിയുള്ളൂ. വലിയ നിയമക്കുരുക്കുകൾ കൊണ്ടുവന്ന് ആ പന്നി തുരത്തുവാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് വെല്ലുവിളിയാവുന്നത് ഫോറസ്റ്റ് നിയമങ്ങൾ തന്നെയാണ്. ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുമ്പോൾ ഈ പന്നിയെ തുരത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അതിന് പുറത്തേക്ക് നമ്മൾ പൊതുജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ മാത്രമേ ഒരു ഭരണസമിതിക്ക് നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി പൊതുജനങ്ങളുടെ കണ്ണീര് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം വലിയ സങ്കടം എന്ന് പറയുന്നത് നെൽപ്പാടങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കുന്ന വാഴക്കുലകൾ, ഇതെല്ലാം പന്നി വന്ന് ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ കർഷകരുടെ കണ്ണീരെന്ന് പറയുന്നത് അവർ കൃഷിയിൽ നിന്നും ഒഴിവാകുകയാണ്. അവിടെ ഒരു സംസ്കാരം തന്നെ തുടച്ചു നീക്കുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ഒരു പരിധി വരെ ഇത്തരത്തിൽ ഈ പന്നികളെ അടക്കം തന്നെ ഉന്മൂലനം ചെയ്യാൻ ഈ ഒരു പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒപ്പം തന്നെ ഈ അടിയന്തര സാഹചര്യങ്ങളെല്ലാം തന്നെ നേരിടാൻ നരുക്കുനി റെസ്ക്യൂ ടീം എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ? നരുക്കുനി റെസ്ക്യൂ ടീം നമ്മൾ ആരംഭിക്കുന്നത് ജനങ്ങൾക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പദ്ധതി, അതായത് ഒരു ഫെസ്റ്റ് നടത്തിയിരുന്നു, നരിക്കുനി ഫെസ്റ്റ്. 2 വർഷം മുമ്പ് ഫെസ്റ്റ് നടത്തിയപ്പോൾ അന്ന് നമ്മൾ രൂപീകരിച്ചതാണ്. അതിന്റെ വളണ്ടിയർ ആയിട്ട് നിൽക്കുവാനാണ് സത്യത്തിൽ അത് രൂപീകരിച്ചതെങ്കിലും അത് പിന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനം കണ്ട് അവരുടെ അർപ്പണ മനോഭാവം, കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായിട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരിക്കുനിയിലെ ഏത് പരിപാടി വന്നാലും, ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയാവട്ടെ, നരിക്കുനിയുടെ പൗരാവലിയുടെ പരിപാടിയാവട്ടെ, ഗ്രാമപഞ്ചായത്തിന്റെ പരിപാടികളാവട്ടെ, ഇതെല്ലാം കടന്നു വരുമ്പോൾ അവർ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ട്രാഫിക് നിയന്ത്രണമായാലും, അതേപോലെ തന്നെ ഒരാൾക്ക് അടിയന്തര സാഹചര്യത്തിൽ ഒരു കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്തി സഹായിച്ചു, മരം വീടിന്റെ മുകളിലേക്ക് വീണപ്പോൾ സഹായിച്ചു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് അവരെ കോർത്തിണക്കിക്കൊണ്ട് മാസത്തിൽ ഒരിക്കൽ അവലോകന യോഗങ്ങൾ, അതേപോലെ തന്നെ വാർഡുകൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ അവർ ഓടിയെത്തുകയാണ്. അവർക്ക് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ നേരിടുവാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് സ്പോൺസർഷിപ്പിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇനിയും അവർക്ക് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. നരിക്കുനിയിലെ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ, അതേപോലെ തന്നെ നരിക്കുനിയിലെ മറ്റ് ആളുകളെല്ലാം അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഭാവിയിൽ ഏത് പ്രതിസന്ധിയെ നേരിടുവാനും ഏകദേശം 40ഓളം ചെറുപ്പക്കാരുണ്ട്. അതിൽ 60 വയസ്സിന് മുകൾ പ്രായമുള്ള ആളുകൾ പോലും അതിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരുടെ തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഈ വയോജന പദ്ധതിയിൽ ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾ അടക്കം തന്നെ ആരംഭിക്കുന്നതിന് ഈ പെട്ടിക്കടകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ പലപ്പോഴും തൊഴിലില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാർ, അതേപോലെ തന്നെ വൃദ്ധർ എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നതല്ല സ്ഥിതി. ഇന്നിവിടെ അതിനൊരു ഉദ്യോഗസ്ഥയെ സർക്കാർ തലത്തിൽ നിയമിച്ചിട്ടുണ്ട്. അവർ 24 അവരെ മുഴുവൻ സമയ സേവനം എന്ന് വേണം പറയാം. ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ സംശയ നിവാരണം നടത്തി പ്രദേശത്തെ ബാങ്കുകളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ലോണ് അടിയന്തര സാഹചര്യത്തിൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ബാങ്കുകൾ, പ്രാദേശികമായിട്ടുള്ള ബാങ്കുകളെ അതിൽ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അവരുടെ സഹായം ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഒരു പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തവണത്തെ വാർഷിക പദ്ധതി നമ്മൾ ഓരോ വാർഡിലും ഒരു പെട്ടിക്കട തുടങ്ങുവാൻ, അത് പെട്ടിക്കട എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അത് ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിലൂടെ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ്. അത് തുടക്കം കുറിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ആ പദ്ധതികൾ ഓരോ തവണയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോ കുടുംബങ്ങളും ഓരോ പദ്ധതിയിലൂടെ രക്ഷപ്പെടുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നീങ്ങുമ്പോൾ അതിന് പിന്തുണയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജലാശയങ്ങളിലെല്ലാം തന്നെ മലിനമാകുന്ന ഒരു പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കുടിവെള്ളം കൃത്യമായി ലഭ്യമാകാത്തത് എന്നതെല്ലാമാണ്. ഇപ്പോൾ ഈ ജൽജീവൻ പദ്ധതി പരമാവധി വീടുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് ശുദ്ധമായ ജലം എത്രത്തോളം എത്തിക്കാൻ ഈ ഒരു പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജലക്ഷാമം കുറവുള്ളൊരു പഞ്ചായത്തായിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ അതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ
വയലിന് തൊട്ടടുത്തുള്ള, അതല്ലെങ്കിൽ ഒരിക്കലും വറ്റില്ല എന്ന് കരുതിയ വീടുകളിൽ പോലും വെള്ളം പറ്റുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഏകദേശം 90% വീടുകളിൽ ജലജീവന്റെ കണക്ഷൻ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചില മേഖലയിൽ, പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിന്റെ പരിസര പ്രദേശങ്ങളുമായ പാലങ്ങാട് മേഖലയിൽ ഇനിയും കുറച്ചുകൂടി കൂടുതൽ വീടുകൾക്ക് ജലം എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ടാങ്കിന് നമ്മൾ ജലജീവൻ മിഷന് സ്ഥലമെടുത്ത് ഏകദേശം 2 വർഷമായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ ടാങ്ക് വരികയാണെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ വീടുകൾക്കും വെള്ളം എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള ടാങ്കിന്റെ ഹൈറ്റും ഞങ്ങളുടെ പ്രദേശത്തിന്റെ ഹൈറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്ത് ഇപ്പോൾ വെള്ളം കിട്ടാത്തൊരവസ്ഥ. അവിടെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കുടിവെള്ളം ടാങ്കറിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളായി നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ടാങ്ക് അവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. തീർച്ചയായും. ഇനി ഭാവിയിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഭാവിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട്. നരിക്കുനി ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം 2 റൂം, അതിനുവേണ്ടി സ്മാർട്ട് TV ഉണ്ട്, അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട്. യുവജനങ്ങളെ ആകർഷിക്കുവാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ലഹരിയും അതേപോലെ തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒന്നിച്ചിരിക്കുവാൻ, അവർക്ക് വായിക്കുവാൻ, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുവാൻ ഒരു പൊതു ഇടമില്ല എന്ന വലിയ പരാതിയിന്മേൽ നമ്മളൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ച മുമ്പ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ആ ഇത് ബേസ് ചെയ്തുകൊണ്ട് അവിടെ കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുവാൻ ആവശ്യമായ പുസ്തകങ്ങളും മറ്റും ലഭ്യമാക്കുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇപ്പോൾ പര്യാപ്തമല്ല. അവിടെ 2-3 മത്സരം, വോളിബോളിന്റെ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ, ക്രിക്കറ്റിന്റെ എല്ലാ മത്സരം കൂടി നടത്തുവാൻ പര്യാപ്തമല്ല. അവിടെ ഏകദേശം 15 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഫുട്ബോളോ അതല്ലെങ്കിൽ വോളിബോളോ മാത്രമാക്കി മാറ്റുകയും അങ്ങനെ 1-2 കളിക്ക് മാത്രം അവിടെ സ്ഥലം ലഭ്യമാക്കുകയും അതിന് പുറത്ത് ഫുട്ബോളിനോ ക്രിക്കറ്റിനോ വലിയ ഒരു ഏക്കറിൽ കുറയാത്ത ഒരു ഗ്രൗണ്ട് എടുക്കാൻ ഉള്ള പ്രപ്പോസലുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രാരംഭ പ്രവർത്തനം കുറിച്ചു കഴിഞ്ഞു, ഫണ്ട് വകയിരുത്തി കഴിഞ്ഞു. ആ ഗ്രൗണ്ട് ലഭ്യമാക്കുന്നതോടുകൂടി യുവജനങ്ങൾക്ക് നമ്മുടെ കായിക രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുവാനും അതുവഴി യുവജനങ്ങളെ അവരുടെ കർമ്മശേഷി പുതിയ യുഗത്തിലേക്ക് വഴിതിരിച്ചുവിടുവാനും, ഇപ്പോൾ അവർക്കെതിരെയുള്ള സമൂഹം വലിയൊരു കണ്ണോട് കൂടിയിട്ടാണ് യുവജനങ്ങളെ തെറ്റായ രീതിയിൽ കാണുന്നത്. അവരെ തെറ്റായ രീതിയിൽ കണ്ടുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട രീതിയിൽ അവരെ മാറ്റി നിർത്തുവാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കണം. എന്നിട്ട് അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സമൂഹത്തിനെതിരായുള്ള തെറ്റായ അതിക്രമങ്ങൾ, യുവജനങ്ങൾക്കെതിരെ, വൃദ്ധർക്കെതിരെയുള്ള, അതേപോലെ തന്നെ മാതാപിതാക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അവരെ കൂടി പിന്തുണ തേടിക്കൊണ്ട് നമ്മളൊരു ബൃഹത്തായ പദ്ധതിയാണ് ഈ ഗ്രൗണ്ട് നിർമ്മാണത്തിലൂടെയും ഈ വായനശാല നവീകരണത്തിലൂടെയും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം അതിന്റെ ഭാഗമായി തന്നെ LP, UP, ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ എല്ലാം തന്നെ അപേക്ഷിച്ച് മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ ഒരു വികസന കാലയളവിലെ പ്രവർത്തനങ്ങൾ ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആവില്ല എന്നുള്ളതടക്കം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹറാണ് നമ്മളോടൊപ്പം ചേർന്നത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ജൗഹർ. എൻ്റെ പഞ്ചായത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.